സിമ്പിൾ ആയിട്ടുള്ളത് വേണ്ട, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ എൻഡ് പ്രൊജക്ടറിന്റെ കാര്യം പറഞ്ഞു. ആ എൻഡ് പ്രൊജക്ടർ തരുമ്പോൾ എൻഡ് പ്രൊജക്ടർ തന്നെ, അല്ലെങ്കിൽ എൻഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെ സെന്റൻസ് ഉണ്ടാവും. നോക്കി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടർ ത്രൂ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ലൈൻ എ ബി ഈ 60 മില്ലിമീറ്റർ. അപ്പൊ ഈ 60 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തും അല്ല, അപ്പാരൽ ലെങ്ത്തും അല്ല, പകരം എന്താണ്, ആ രണ്ട് എൻഡിന്റെയും എയുടെയും ബിയുടെയും പ്രൊജക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 60. അപ്പൊ കഴിയുന്നത് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേപോലെ സൈഡിൽ തന്നിരിക്കുന്ന ഡാറ്റ, ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ വാല്യൂസ് എടുത്തു എന്നുള്ളത് ഐഡിയ ഉണ്ടാവും. അപ്പൊ എൻഡ് പ്രൊജക്ടഡ് ഡിസ്റ്റൻസ് 60 മില്ലിമീറ്റർ എന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി, 60 മില്ലിമീറ്റർ. ഓക്കെ, അടുത്ത the end A is 20 millimeter above HP, 15 millimeter in front of VP. 20 millimeter above HP, 15 millimeter in front of VP. Okay. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എൻഡ് ബി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻഡ് പ്രൊജക്ടർ തരുമ്പോൾ തീർച്ചയായിട്ടും എൻഡ് എയുടെയും എൻഡ് ബിയുടെയും ഡിസ്റ്റൻസ് തരും. എൻഡ് ബി ഈസ് 40 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബോ എച്ച് പി. എബോ എച്ച് പി എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര എബോ എച്ച് പി എന്ന് പറഞ്ഞിട്ടില്ല. പലരും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 45 തന്നെ എബോ എച്ച് പി ആയിട്ട് എടുക്കും. അല്ല, ഈ ഇൻഫ്രണ്ടിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് 45. എബോ എച്ച് പി എന്നുള്ളത് ഏത് ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എൻഡ് ബിയുടെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, 45 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എബോ എച്ച് പി എത്രയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. എത്ര എബോ എച്ച് പിയിലാണ് ഉള്ളത്. ഇനി ഫ്രണ്ട് വ്യൂ കണ്ടോ, സെന്റൻസിൽ ഫ്രണ്ട് വ്യൂ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഈ തരുന്നത് എന്തായാലും ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ ഓഫ് ദി ലൈൻ മെഷർ 75 മില്ലിമീറ്റർ. 75 മില്ലിമീറ്റർ. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഡാഷ് ഉള്ള പോയിന്റ് ആയിരിക്കും 75. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 75 നിങ്ങൾക്ക് ട്രൂ ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരെ ക്വസ്റ്റിൽ നോക്കുക. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് ലൈൻ എ ബി ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്. ഉണ്ട്, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ട്രൂ ലെങ്ത് ക്വസ്റ്റിൽ തരില്ല. അപ്പൊ ട്രൂ ലെങ്ത് കാണണം, ട്രൂ ഇൻക്ലിനേഷൻ കാണണം വിത്ത് എച്ച് പി ആൻഡ് വി പി. ഓക്കെ, അപ്പൊ ഏത് ആംഗിൾ ആണ്? θ5. θ5 ആകുമ്പോഴേ നമുക്ക് എച്ച് പി വി പി എന്ന് പറയുള്ളൂ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കണം, 5 കണ്ടുപിടിക്കും. ഇതിൽ ട്രേസസ് കാണാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ട്രേസസ് കൂടി പറഞ്ഞുതരാം. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പൊ ആദ്യം തന്നെ എക്സ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡ് എയുടെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 20 എബോ എച്ച് പിയിൽ എ ഡാഷ് വരും, 50 ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിൽ എ. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ മാറിപ്പോരുത്. ഓക്കെ, അപ്പൊ എ ഡാഷ് എ മാർക്ക് ചെയ്തു. അപ്പൊ ഈ എ ഡാഷിനെയും എനെയും കണക്ട് ചെയ്ത ഈ ലൈനെയാണ് നമ്മൾ പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ 60 എന്ന് പറയുന്നത് ഇവിടെയാണ് എടുക്കേണ്ടത്. ഈ പ്രൊജക്ടറിന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക. എക്സോ ലൈനിലാണ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് വരിക. അപ്പൊ ഈ 60 എൻഡ് ചെയ്യുന്ന പോയിന്റ് എന്നാണ് ബിയുടെ ഹൈറ്റ് നമ്മൾ എടുക്കേണ്ടത്. 45 ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 45 ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ താഴെ ബി ആയിരിക്കും. ഇനി എബോ എത്ര എബോ ആണെന്ന് അറിയില്ല, അപ്പൊ നമുക്ക് ബി ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കട്ടെ. ഇനി എയും ബിയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന എന്തായിരിക്കും? അപ്പാരൽ ലെങ്ത് ആണ്, ട്രൂ ലെങ്ത് അല്ല. വീണ്ടും ഒരു കാര്യം പറയുന്നു, എൻഡ് പ്രൊജക്ടഡ് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എപ്പോഴും അപ്പാരൽ ലെങ്ത് ആയിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ഓക്കെ, എനിവേ ഈ എ ബി എന്ന് പറയുന്ന ട്രൂ ലെങ്ത് അല്ല, അപ്പാരൽ ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? എ ഡാഷ് ബി ഡാഷ് ലെങ്ത് 75 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ബിയും ബി ഡാഷും ഒരേ പ്രൊജക്ഷൻ ലൈനിലായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് കൊടുക്കും ഒരു ലൈൻ. ഇതിലോട്ട് 75 നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് എ ഡാഷിന് കട്ട് ചെയ്യുന്നുണ്ട്. എ ഡാഷിന് 75 കോമ്പസിൽ എടുത്ത് ഇവിടെ കട്ട് ചെയ്യും. അപ്പൊ ഇത് ബി ഡാഷ് ആയി മാറും. എ ഡാഷ് ബി ഡാഷ് കണക്ട് ചെയ്യും. ഇത് 75. നോക്കിയേ, ഇപ്പൊ എന്തിൽ എത്തി? ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ എത്തി. ഇനി നമുക്ക് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ കേസസിൽ ട്രൂ ലെങ്ത് കാണാൻ എന്ത് ചെയ്യാം?
ഇപ്പൊ എന്ത് സ്റ്റെപ്പാണ് ഫോളോ ചെയ്തത്? ഈ അപ്പാരൽ ലൈൻ എക്സ് ലൈന് പാരൽ ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുക. ഈ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന എ ഡാഷ് ബി ഡാഷ്, ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന എ ബി, ഇത് പാരൽ ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുക. അപ്പൊ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ പാരലാക്കി മാറ്റുന്നു. ഞാൻ ആദ്യം ടോപ്പിനെയാണ് പാരലാക്കി മാറ്റുന്നത്. അപ്പൊ എയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. അതിന്റെ ലെങ്ത് ഒന്നും അറിയില്ല, ഒരു പാരൽ ലൈൻ വരച്ചു വെക്കുക. കോമ്പസ് യൂസ് ചെയ്തിട്ട് ഈ എ ബിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ സെന്ററും എ ബിയുടെ ലെങ്ത് എത്രയെന്ന് അറിയില്ല, അതിനിങ്ങനെ കോമ്പസ് യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് ഈ പാരലൽ ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു പേര് കൊടുക്കുക. B1 എന്നോ B2 എന്നോ കൊടുക്കുക. അപ്പൊ ഞാൻ B1 എന്ന് കൊടുക്കും. ഈ B1ന്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ബി ഡാഷിന്റെ ലോക്കസിലായിരിക്കും. ലോക്കസിലേക്ക് ഈ B1 നേരെ പ്രൊജക്ട് ചെയ്യുന്നു. B1 ഡാഷ് കിട്ടി. ഇനി എ ഡാഷിനെയും B1 ഡാഷിനെയും കണക്ട് ചെയ്താൽ അതെന്തായി? ട്രൂ ലെങ്ത് ആയി. ഇത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഇതാണ് തീറ്റ. അപ്പൊ തീറ്റ ജസ്റ്റ് സിമ്പിൾ ഇവിടെ ഇടാൻ പാടുള്ളൂ, ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതരുത്. അപ്പൊ ഫ്രണ്ട് വ്യൂയുടെ ട്രൂ ലെങ്ത് കിട്ടി, ഫ്രണ്ട് വ്യൂയുടെ ട്രൂ ഇൻക്ലിനേഷൻ ആയിട്ടുള്ള തീറ്റയും കിട്ടി. ഇതേപോലെ തന്നെ ടോപ്പ് വ്യൂയിൽ നമ്മൾ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഫ്രണ്ട് വ്യൂയുടെ അപ്പാരൽ ലെങ്ത് ആയിട്ടുള്ള 75 നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എ ഡാഷിന് ഇതേപോലെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. 75 എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ ഡാഷ് സെന്ററും 75 മില്ലിമീറ്റർ റേഡിയസ് ആക്കിയിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. റൊട്ടേറ്റ് ചെയ്ത് പാരലാക്കി അതിന് ഞാൻ B2 ഡാഷ് എന്ന് കൊടുക്കുന്നു. ആ B2 ഡാഷിന്റെ ടോപ്പ് വ്യൂ, B2 എവിടെയായിരിക്കും? ബിയുടെ ലോക്കസിലായിരിക്കും. ലോക്കസ് വരയ്ക്കുക. B2 ഡാഷ് നേരെ പ്രൊജക്ട് ചെയ്യുക. വി ഗെറ്റ് B2. ഇനി എ B2 കണക്ട് ചെയ്താൽ ട്രൂ ലെങ്ത് ആയിരിക്കും ആംഗിൾ 5. അപ്പൊ ഈ ക്വസ്റ്റൻ അനുസരിച്ച് ആൻസർ ആയി. അതായത് ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചു, തീറ്റയും ഫൈയും കണ്ടുപിടിച്ചു. ഇനി ട്രേസസ് ആണ്. ഈ ട്രേസസ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇപ്പൊ ട്രേസസിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. എച്ച് ഡാഷ്, എച്ച് ടി, വി ടി. ഇതിൽ നോക്കിയേ, ഒരെണ്ണത്തിൽ മാത്രമേ ഞാൻ ഡാഷ് ഇട്ടിട്ടുള്ളൂ. ഒന്നുകൂടി പറയാം, എച്ച് ഡാഷ്, എച്ച് ടി, സ്മോൾ വി ടി. ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ ഡാഷ് ഉപയോഗിക്കുള്ളൂ, അത് സ്മോൾ എച്ചിന്റെ മുകളിലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ട്രേസസ് ഒക്കെ എവിടെയാണ് നമുക്ക് കിട്ടുന്നത് എന്നറിയണ്ട കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എച്ച് ഡാഷ്, എച്ച് ടി, സ്മോൾ വി ടി. വേറൊന്നിലും ഡാഷ് ഇല്ല, എച്ചിൽ മാത്രമേ ഡാഷ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രൂ ലെങ്ത് മറന്നേക്കുക. ട്രേസസ് കാണാൻ ഒരിക്കലും നമ്മൾ ട്രൂ ലെങ്ത് ഉപയോഗിക്കില്ല. അപ്പാരൽ ലെങ്ത് ആയിട്ടുള്ള എ ഡാഷ് ബി ഡാഷ് എ ബി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം എച്ച് ഡാഷ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ ട്രേസസ് കാണാൻ പറഞ്ഞാൽ ആദ്യം എച്ച് ഡാഷ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഡാഷ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം, ഡാഷ് ഉള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് എച്ച് ഡാഷ് കിട്ടുന്നത്. ഞാൻ അതിന് കളർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പൊ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനെ അതേ ആംഗിൾ തന്നെ നമ്മൾ എക്സ് ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഏതിനെയാണ്? ട്രൂ ലെങ്തിനെ അല്ല, അപ്പാരൽ ലൈൻ ആയിട്ടുള്ള എ ഡാഷ് ബി ഡാഷിനെ അതേ ആംഗിൾ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിന് എച്ച് ഡാഷ് എന്ന് കൊടുക്കും. ഈ എച്ച് ഡാഷിന്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ് എച്ച് ടി. അതായത് എ ഡാഷ് എ പോലെ, എ ഡാഷിന്റെ ടോപ്പി ആണ് എ, അതേപോലെ എച്ച് ഡാഷിന്റെ ടോപ്പി ആണ് എച്ച് ടി. അപ്പൊ എച്ച് ടി എവിടെ വരും? ടോപ്പിയുടെ ലൈനിലായിരിക്കും വരാം. അപ്പൊ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എ ബി ഏത് ആംഗിൾ ആണോ നിൽക്കുന്നത് അതേ ആംഗിൾ തന്നെ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇത് മുകളിലോട്ടായിരിക്കും പോവാ, താഴോട്ട് ആണോ വരുന്നത് അറിഞ്ഞൂടാ. ഞാൻ റഫായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ലൈൻ എച്ച് ഡാഷിന് താഴെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, ഇനി എച്ച് ഡാഷ് എന്നൊരു ലൈൻ ആ ടോപ്പിയുടെ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ എച്ച് ടി കിട്ടും. അതായത് എ ഡാഷ് എ നമ്മളൊരു പ്രൊജക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന പോലെ എച്ച് ഡാഷും എച്ച് ടിയും തമ്മിൽ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യും. ഇനി വിയും വി ടിയും കണ്ടുപിടിക്കണം അല്ലേ? ഇതേപോലെ തന്നെ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വി. അതേ ടോപ്പിയിലാണ് വി വരുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വി ആണ് വി ടി. വിയുടെ ഫ്രണ്ട് വി ആണ് വി ടി. അപ്പൊ ഫ്രണ്ട് വിയുടെ ലൈനിലായിരിക്കും വി ടി വരാം. അപ്പൊ എച്ച് ഡാഷ് കഴിഞ്ഞിട്ട് വീണ്ടും ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക താഴോട്ട്. വിന്ന് ഇതേപോലെ ഫ്രണ്ട് വിയുടെ ലൈനിലേക്ക് ഒരു പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് വി ടി. ഒന്നുമില്ല, എച്ച് ഡാഷ് ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എച്ച് ടി എവിടെ വരുന്നത് നമുക്കറിയും, വി എവിടെ വരുന്നതെന്ന് അറിയും, വി ടി എവിടെ വരുന്നതെന്ന് അറിയും. അത് ഒരേ ലൈനിൽ എച്ച് ടിയും വി ടിയും വരില്ല. എച്ച് ടി ലൈനിൽ കാണുന്നത് പിന്നെ വി ആണ്.
അത് വി ടിയുടെ ലൈനിൽ കാണുന്ന എച്ച് ഡാഷ് ആണ്. അപ്പോൾ എച്ച് ഡാഷ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എച്ച് ടിയും വി ടിയും വി ഒക്കെ എവിടെ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എച്ച് ഡാഷ് എവിടെയാണെന്ന് ഓർക്കാൻ എളുപ്പമാണ്. ഡാഷ് വരുന്ന ലൈനിലാണ് എച്ച് ഡാഷ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ട്രേസസ് കാണേണ്ടത്. അപ്പൊ ട്രേസസ് കാണാൻ നമ്മൾ ട്രൂ ലെങ്ത് ഉപയോഗിക്കില്ല, പ്രൊജക്ഷൻ ലൈനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം അല്ലെ. ടോപ്പ് വ്യൂ അപ്പാരൽ ലെങ്ത് തന്നിട്ടുള്ള പ്രോബ്ലം തന്നെ ചെയ്യാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ദി ടോപ്പ് വ്യൂ ഓഫ് ലൈൻ പി ക്യു ഇസ് 70 millimeter ലോങ്. അപ്പൊ 70 എന്ന് പറയുന്നത് ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് ആണ്. ഇവിടെ പി ക്യു എന്ന് പറയുന്നതാണ് ലൈനിന്റെ പേര്. അപ്പോൾ ഗിവൺ ഡാറ്റയിൽ നമ്മൾ എന്ത് കൊടുക്കണം? സ്മോൾ പി സ്മോൾ ക്യു, അതിന്റെ ഡിസ്റ്റൻസ് ആണ് 70. ട്രൂ ലെങ്ത് അല്ല, പകരം അപ്പാരൽ ലെങ്ത് ആണ്. ആൻഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 degree വിത്ത് എക്സ് ലൈൻ. ഇപ്പൊ ടോപ്പിയുടെ അപ്പാരൽ ആംഗിൾ ആണ് 45 degree, അതായത് ബീറ്റ. ഇനി എൻഡ് പി ഈസ് ഇൻ വി പി. എൻഡ് പി ഈസ് ഇൻ വി പി. ഇൻ വി പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഇല്ല. ഇൻ വി പി 15 millimeter above HP. 15 millimeter above HP. Right. Then end Q 30 millimeter above HP. അപ്പൊ എൻഡ് ക്യൂടെയും ഒരു ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, 30 millimeter above HP. Okay. Then whole line is located in first quadrant. അതായത് above in front ഇതൊക്കെ പാടല്ലോ. ഓക്കെ, എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കണം എന്ന് എടുത്ത് പറയുന്നത്. ഇത്രയും ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൊജക്ഷൻ കാണണം, ട്രൂ ലെങ്ത് കാണണം, എലിവേഷൻ ലെങ്ത് കാണണം, ഇൻക്ലിനേഷൻ വിത്ത് റെഫറൻസ് പ്ലെയിൻ കാണണം, ട്രേസസ് ലൊക്കേറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രൂ ലെങ്ത് കാണണം, എലിവേഷൻ ലെങ്ത്, ഇ ഡാഷ് ക്യൂ ഡാഷ്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. അതെ, ഫ്രണ്ട് വ്യൂവിന് പറയുന്ന വേറൊരു പേരാണ് എലിവേഷൻ. അതുപോലെ ടോപ്പിന് പറയുന്ന വേറൊരു പേരാണ് പ്ലാൻ കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ എലിവേഷൻ ലെങ്ത് കാണണം, അത് പി ഡാഷ് ക്യൂ ഡാഷ് ലെങ്ത് കാണണം, തീറ്റ കാണണം, ഫൈ കാണണം, കൂടാതെ ട്രേസസ് കൂടി മാർക്ക് ചെയ്യണം. ഇപ്പൊ ഒരുപാട് വാല്യൂസ് ഇതിൽ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഇനി എക്സ് ലൈൻ വരച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും എൻഡ്, ഏതെങ്കിലും ഒരു എൻഡിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പി ഇൻ വി പി 15 millimeter above എച്ച് പി. ഇപ്പൊ 15 millimeter above എച്ച് പിയില് പി ഡാഷ്. ഇൻ വി പി എന്ന് പറയുമ്പോൾ പി എക്സ് ലൈനിലായിരിക്കും, അതായത് ബിഹൈൻഡും അല്ല ഇൻ ഫ്രണ്ടും അല്ല. ഇൻ വി പി എന്ന് പറയുമ്പോൾ ടോപ്പ് പി എവിടെ ആയിരിക്കും? എക്സ് ലൈനിൽ തന്നെ ആയിരിക്കും. അപ്പൊ എക്സ് ലൈനിലാണ് പി വരുന്നത്. 15 millimeter above എച്ച് പിയില് പി ഡാഷ് കേട്ടോ. അപ്പൊ ഇവിടെ പി എക്സ് ലൈനിലാണ്. ഇൻ വി പി ഇൻ എച്ച് പി എന്നൊക്കെ പറയുമ്പോൾ, ഇൻ വി പി എന്ന് പറയുമ്പോൾ ടോപ്പ് പി എക്സ് ലൈനിലായിരിക്കും. ഇൻ എച്ച് പി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പി ആയിരിക്കും എക്സ് ലൈനിൽ വരാം. അപ്പൊ നമ്മൾ പി ഡാഷും പിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കേണ്ട ആംഗിൾ വല്ലതും തന്നിട്ടുണ്ടോ എന്നുള്ള. ഉണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്. അത് ഏത് പോയിന്റ് നിന്ന് എടുക്കേണ്ടതാണ്? പി എടുക്കുക, ടോപ്പ് പി എടുക്കേണ്ടതാണ് ബീറ്റ. ഇവിടെ നിന്ന് 45 degree ആംഗിൾ ഒരു ലൈൻ വരച്ചു. ഓർക്കുക, ഈ 45 degree എന്ന് പറയുന്ന അപ്പാരൻ ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ആ ലൈനിൽ എന്തേ കട്ട് ചെയ്യാൻ പാടുള്ളൂ? അപ്പാരൽ ലെങ്ത് കട്ട് ചെയ്യാവൂ. അപ്പൊ ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് തന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ട്, 70 എന്ന് പറയുന്ന ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് ആണ്. അപ്പൊ ഈ പി എന്ന് വരച്ച ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈനിൽ 70 എടുത്ത് കട്ട് ചെയ്യുക. Q1 എന്ന് കൊടുക്കരുത്, അത് നമ്മൾ ട്രൂ ലെങ്ത്തിനാണ് കൊടുക്കുക. 70 എന്ന് പറയുന്ന അപ്പാരൽ ലെങ്ത് ആണ് പി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് ക്യൂ ഡാഷ് കണ്ടുപിടിക്കാനുള്ള വല്ല വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാ? നമ്മൾ 70 എടുത്തു, 45 degree എടുത്തു, ഇൻ വി പി എടുത്തു, 50 millimeter എബോ എച്ച് പി എടുത്തു. ഇനി ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ 30 mm എബോ എച്ച് പി മാത്രമേ ഉള്ളൂ. അതെവിടെയാണ്? ക്യൂ ഡാഷിന്റെ ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓർക്കുക, ക്യൂവും ക്യൂ ഡാഷും ഒരേ ലൈനിലാണ് വരിക. ക്യൂ ഒന്ന് നേരെ പ്രൊജക്ട് ചെയ്യുന്നു. ഇനി എക്സ് ലൈൻ വേണം ഈ പറഞ്ഞ 30 എടുക്കാൻ. ഇപ്പൊ 30 mm എബോ എച്ച് പിയില് ക്യൂ ഡാഷ് മാർക്ക് ചെയ്തു. പി ഡാഷ് ക്യൂ ഡാഷ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഫ്രണ്ട് വ്യൂ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ കിട്ടി, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ കിട്ടി. ഇനി ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം.
ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് പാരലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇപ്പൊ പി ക്യൂവിനെ പാരലാക്കുമ്പോൾ പി ഓൾറെഡി എക്സ് ലൈനിലാണ്. അപ്പൊ നമ്മൾ ഒരു പാരലൽ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. പി ക്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് പാരലാക്കും. ഇപ്പൊ എക്സ് ലൈൻ വരെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. Q1. ഇനി Q1ന്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? Q1 ഡാഷ് Q ഡാഷിന്റെ ലോക്കസിലായിരിക്കും. ലോക്കസ് വരയ്ക്കുക, Q1 നേരെ പ്രൊജക്ട് ചെയ്യാം. Q1 ഡാഷ് പി ഡാഷ് Q1 ഡാഷ് കണക്ട് ചെയ്ത ട്രൂ ലൈൻ. ആ ലൈൻ്റെ ആംഗിൾ ആണ് തീറ്റ. ഇനി ടോപ്പിയിൽ ട്രൂ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ പി ഡാഷ് Q ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് പാരലാക്കണം. അപ്പൊ പി ഡാഷിലൂടെ ഒരു ലൈൻ പാരലായിട്ട് വരയ്ക്കുക, എന്നിട്ട് ഈ പി ഡാഷ് Q ഡാഷിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇത് Q2 ഡാഷ് ആയി. ഈ Q2 ഡാഷിന്റെ ടോപ്പ് വ്യൂ, Q2 എവിടെ ആയിരിക്കും? Qയുടെ ലോക്കസിലായിരിക്കും. നേരെ പ്രൊജക്ട് ചെയ്യാം, വി ഗെറ്റ് Q2. പി Q2 കണക്ട് ചെയ്ത ട്രൂ ലെങ്ത് ആയി. ആ ലൈൻ്റെ ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രൂ ലെങ്ത്? നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചു, തീറ്റ കണ്ടുപിടിച്ചു, ഫൈ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താണ്? ഫ്രണ്ട് വിഡ് അപ്പാരൽ ലെങ്ത് ആണ് കണ്ടത്. അതായത് ഈ പി ഡാഷ് Q ഡാഷിന്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. അപ്പൊ അതും കിട്ടി. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ആൻസറും നമുക്ക് കിട്ടി. ഇനി ട്രേസസ് കൂടിയുള്ളൂ. അപ്പൊ ട്രേസസ് ആണ് നമ്മൾ എന്താ എടുക്കേണ്ടത്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അപ്പാരൽ ലെങ്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ പി ഡാഷ് Q ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പി ഡാഷ് Q ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് എന്തായിരിക്കും? എച്ച് ഡാഷ് ആയിരിക്കും. അപ്പൊ പി ഡാഷ് Q ഡാഷിലാണ് എച്ച് ഡാഷ് എങ്കിൽ എച്ച് ടി വരുന്നത് പി ക്യൂലായിരിക്കും. അപ്പൊ പി ക്യൂ അതേ ആംഗിൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ മുകളിലേക്കാണ് പോകുന്നുണ്ടോ? ഇനി എച്ച് ഡാഷ് എന്നൊരു പ്രൊജക്ഷൻ ലൈൻ അതിലോട്ട് വരച്ച എച്ച് ടി കിട്ടി. ഇനി വി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എക്സ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഈ പി തന്നെയായിരിക്കും സ്മോൾ വി. അങ്ങനെയാണെങ്കിൽ ഈ പി ഡാഷ് തന്നെയായിരിക്കും വി ടി. ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ പി വി ആണെങ്കിൽ പി ഡാഷ് തന്നെയായിരിക്കും വി ടി വരാം. അപ്പൊ വിയും വി ടിയും കിട്ടി. ക്ലിയർ? ഇനി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മതി. ഏത് ടൈപ്പ് പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിലും ലൈൻസിൽ ചെയ്യാൻ പറ്റും.